ഹലോ. അതെ. സാറേ, ഞാൻ ലീഡ് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഉഹും. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി വന്നിട്ട് ഒരു വർഷത്തിന് മുകളിലായി. ഉഹും. ഇത് ഗുഡ്. റെക്കോർഡ് ക്ലാസ് കണ്ടിട്ട് ഞാൻ ഫുൾ എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ, അപ്പം അതിനകത്ത് വാട്ടി ഫുൾ ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്തു. അപ്പൊ അതിനകത്ത് കുറെ നമുക്ക് ടൈമിന്റെ ഒത്തിരി സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ. അൺനെസസറി മറ്റേ നമ്മൾ ലീഡ് വരുന്നത് ഫുള്ള് വിളിക്കണമായിരുന്നു. അത് അതെ. ഇപ്പം ചാറ്റ് ബോട്ട് തന്നെ സോർട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് വിളിച്ചാൽ മതി. അപ്പൊ ഓക്കെ. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാൻ പറ്റി. പിന്നെ ഓക്കെ. സാർ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലീഡിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് കൺവേർട്ട് കിറ്റിൽ ഫോം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. അത് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് എന്താണ് കുറച്ച് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ട് വരുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് കൃത്യമായിട്ടുള്ള മെത്തേഡ് എന്നൊന്ന് പറഞ്ഞു തന്നെ കൊള്ളായിരുന്നു. ഇപ്പൊ ഓക്കെ. ഞാൻ ചെയ്യുന്നത് കൺവേർട്ട് കിറ്റിൽ നമ്മുടെ ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് ഉം. അത് നമ്മുടെ വെബ്സൈറ്റിനകത്ത് തന്നെ /educanet.com/lead എന്ന് പറഞ്ഞൊരു ഡൊമൈനകത്ത് ഉം. ആ ഫോമിന്റെ HTML ചെയ്തു. ഉം. അതിനുശേഷം ആ പർട്ടിക്കുലർ ആ വെബ് ലിങ്ക് ആണ് ഞാൻ ട്രാഫിക്കിൽ കൊണ്ടുവന്ന് ആഡ് ഉം. ചെയ്യുന്നത്. ഉം. അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ ചെയ്യാം. ഇനി ഉം നമ്മുടെ ഉം. സ്വന്തം ലാൻഡിംഗ് പേജ്, വെബ്സൈറ്റിന്റെ ലാൻഡിംഗ് പേജിൽ തന്നെ കൺവേർട്ട് കിറ്റിന്റെ ഫോം വേണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ ഉം വെബ്സൈറ്റിന്റെ ലാൻഡിംഗ് പേജ് ആകുമ്പോൾ അതിനകത്ത് ടെസ്റ്റിമോണിയൽസും കുറച്ചുകൂടി ഡീറ്റെയിൽ ഉണ്ടാവും. അതിൽ ഉം ഉം ഉം. ഫോം വേണമെന്നുണ്ടെങ്കിൽ കൺവേർട്ട് കിറ്റിൽ പോയിട്ട് ഫോമിന്റെ എംബഡ് കോഡ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ആ കോഡ് നമ്മുടെ സ്വന്തം വെബ്സൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ കൺവേർട്ട് കിറ്റിന്റെ പേജ് ഇങ്ങോട്ട് വരും. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു സാർ. ഞാനിപ്പോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉം. HTML കോഡാണോ സാർ ഉദ്ദേശിച്ചത്? ഒരു എംബഡഡ് കോഡ് ഉണ്ട്. എംബഡഡ് കോഡ് എന്ന് പറഞ്ഞൊരു കോഡ് കിട്ടും. അത് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പോപ്പപ്പ് ആയിട്ട് ഇത് വരും. എംബഡഡ് ഓക്കെ. കോഡ് കിട്ടും. കൺവേർട്ട് കിറ്റിന്റെ എംബഡഡ് ആയിട്ടുള്ള കോഡ് ഉണ്ട്. അത് നമ്മുടെ സൈറ്റില് എച്ച് ഇൻസേർട്ട് ടി എം ചെയ്ത് എൽ ഏതെങ്കിലും ഒരു പോർഷനിൽ ഇട്ടാൽ മതി. എന്നിട്ട് അപ്പൊ നമ്മുടെ FB പേജിൽ FB ആഡ് എങ്ങനെയാണ്? ആ പേജ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വെബ്സൈറ്റ് അതിലൊരു URL ഉണ്ട്, ലാൻഡിംഗ് പേജ് ഉണ്ടാവും. ആ ഉണ്ട്. ലാൻഡിംഗ് പേജിന്റെ URL നമ്മുടെ ഇതിനകത്ത് പരസ്യത്തിൽ കൊടുത്താൽ മതി. പരസ്യത്തിൽ കൊടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ട്രാഫിക് അല്ല, തിരിച്ചു ആ ചെയ്യണം. ലീഡിനകത്ത് തന്നെ വെബ്സൈറ്റ് ലീഡ് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. ട്രാഫിക് എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സെയിൽസ് ഒന്നും ഗ്യാരണ്ടീഡ് അല്ല, കുറെ ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ട് തരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനേക്കാളും ഓക്കെ. കുറച്ചുകൂടി നമുക്ക് വേണ്ടത് ലീഡിൽ തന്നെ വെബ്സൈറ്റ് ലീഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഉണ്ട്. കൊടുത്തിട്ട് നമ്മുടെ വെബ്സൈറ്റിലോട്ട് കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും പെക്സൽസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ, അതിന്റെ ആവശ്യം നിർബന്ധമാണോ അത്? ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് റിസൾട്ട് കിട്ടും, ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ആരെങ്കിലും പേയ്മെന്റ് ചെയ്ത്, അപ്പോൾ ഇന്ന് നമുക്ക് ലീഡ് വന്നിട്ട് 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ട് പേയ്മെന്റ് ചെയ്താലും അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ശരി ശരി. അപ്പൊ ഇന്ന് ഞാൻ ചെയ്തപ്പോ എനിക്ക് ഒരു 4 ലീഡ്സ് കൺവേർട്ട് ഫോം വഴി സബ്മിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് വാട്ടിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് പാബ്ലി ആണ് സാർ ഞാൻ യൂസ് ചെയ്യുന്നത്. സാർ പറഞ്ഞിട്ടുണ്ട് പേപ്പർ യൂസ് ചെയ്യാവുന്നത്. പക്ഷെ ഉം. ഇത് ഒരു 1 ഇയർ പാക്കേജ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചത് കാരണം അത് വെച്ചേക്കുവാണ്. പക്ഷെ അന്നേരം ഇതിനകത്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ളത് എക്സിക്യൂട്ട് ആവുന്നില്ല. അത് പാബ്ലിയുടെ എറർ ആയിരിക്കുമോ? പാബ്ലി പലരും പറയുന്നുണ്ട് ചില സമയത്ത് വർക്ക് ചെയ്യുന്നു, ചില സമയത്ത് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ സപ്പോർട്ടിൽ തന്നെ എടുക്കും. ഇതിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ കൺവേർട്ട് കിറ്റിൽ വരുന്ന ലീഡിനെ തിരിച്ച് നമ്മുടെ ഗൂഗിൾ ഷീറ്റിലേക്ക് മാറ്റാൻ പറ്റും പബ്ലിക്കകത്ത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ അറിയാൻ പറ്റും, എവിടെയെങ്കിലും ലോസ് വരുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും, നഷ്ടമാവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഗൂഗിൾ ഷീറ്റിൽ ഈ ഡേറ്റ വന്നു. പക്ഷെ പാബ്ലിയിൽ വാട്ടിയിലേക്ക് പോയിട്ടില്ല. വാട്ടിയിൽ പോയിട്ടില്ലെങ്കിൽ അതിന്റെ റീസൺ അറിയാൻ പറ്റും. പബ്ലിയിൽ തന്നെ നമ്മൾ പോയിട്ട് അതിന്റെ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൊടുത്ത ടെംപ്ലേറ്റ്, നമ്മൾ അപ്രൂവ് ചെയ്യുന്ന ടെംപ്ലേറ്റ്സ് ആണല്ലോ വാട്ടിയിൽ പോകുന്നത്. അപ്പോൾ ആ ഓക്കെ. ടെംപ്ലേറ്റ്സിന്റെ പേരോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മെസ്സേജ് പോവാത്തെന്നുള്ളത് പാബ്ലിയുടെ ഹിസ്റ്ററിയിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ എറർ മെസ്സേജ് നോക്കിയിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ മാനുവലി തന്നെ ടെസ്റ്റ് റൺ ചെയ്യുന്ന സമയത്ത് അന്നേരം നമുക്ക് വാട്ടിയിൽ വരുന്നുണ്ട്. പക്ഷെ ഉം. ഈ പെയ്ഡ് ആഡിനകത്ത് വരുന്നില്ല. അല്ല, അത് ഇതായിരിക്കും മിക്കവാറും. അത് ആയിരിക്കും ചിലപ്പോൾ അല്ലേ? നമ്മൾ കൊടുക്കുന്ന ടെംപ്ലേറ്റ്സിനകത്ത് ഡിയർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ആ പേര് അതെ അതെ. ടാഗ് ആയിട്ടില്ലെങ്കിൽ അത് വരില്ല. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഹിസ്റ്ററിയിലേക്ക് പോവാം. പാബ്ലിയുടെ ഉം. ഹിസ്റ്ററിയിൽ പോയിട്ട് എന്താണ് എറർ എന്ന് നമുക്ക് ഓരോ ഫോൺ നമ്പർ വെച്ചും ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാം. ചിലപ്പോൾ ആ പേര് കറക്റ്റ് കണക്ട് ആവാത്തതായിരിക്കാം. ആ എറർ നോക്കിയിട്ട് അത് ഓക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. എന്നാലും അടുത്ത ഫെറോഡ ചലഞ്ചിൽ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 10 മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ഒരു വ്യക്തത കിട്ടും. അപ്പോൾ ഒരു ബാച്ച് കംപ്ലീറ്റ് ചെയ്താലും വീണ്ടും ചെയ്യുമ്പോൾ പുതിയ കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് കിട്ടും. അതായത് കൺവേർട്ട് ഫോം വാട്ടിയിൽ നമ്മുടെ FBയിൽ ലീഡിനകത്ത് വെബ്സൈറ്റ് അത് തന്നെയാണല്ലോ പറയുന്നത്.
അതെ അതെ അതെ. ഗഡ്. ഓക്കെ, നമുക്ക് അപ്പോൾ അടുത്ത ആളിലേക്ക് ഞാനൊന്ന് വരാം. ഞാൻ എനിക്ക് അറ്റൻഡൻസ് സബ്മിറ്റ് ചെയ്ത അനുസരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കുന്നത്. ഞാൻ അക്ഷീറാണ്. എന്റെ ബ്രാൻഡ് നെയിമാണ് നിത്യസ്മയ എന്നുള്ളത്. അപ്പൊ ഞാൻ സാറിനോട് മുന്നേ സൗണ്ട് പോയോ? 99 രൂപയ്ക്ക് 2 ബോട്ടിൽ എന്നുള്ള ഓഫറിലാണ് കൊടുക്കണ്ടായിരുന്നത്. അപ്പൊ അതില് ആൾക്കാര് എൻക്വയറീസ് വരുന്നുണ്ട്. ഒരു 1,00,000 രൂപ മാർജിൻ കിട്ടാവുന്ന രീതിയിലുള്ള ഓർഡറുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ ഫുൾ ടൈം ഇരിക്കേണ്ടി വരികയാണ്. ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ മൊബൈലിലാണ് ഇത് യൂസ് ചെയ്യണത്. അപ്പൊ ഇനിയിപ്പോ ഇത് കമ്പ്യൂട്ടറിലേക്ക് ഇതായിട്ട് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ വാട്ടി ചെയ്യണതാണോ നന്നാവോ, അതോ ഇനിയിപ്പോ നമ്മൾ ഇതില് ചെറിയ മാർജിൻ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഐബ്രോയിലെ. ഒരു 100 രൂപയാണ് അതിൽ മാർജിൻ ഉള്ളത്. അപ്പൊ അതൊരു 10 എണ്ണത്തിന്റെ അടുത്ത് ഒരു 7-8 എണ്ണം ആണ് ഒരു ദിവസം സെയിൽ നടക്കുന്നത്. ഒരു 10-30നും 50നും ഇടയ്ക്ക് ലീഡ്സ് വരുന്നുണ്ട്. അതിലൊരു 7-8 പേര് സെയിലായി മാറുന്നുണ്ട്. അപ്പൊ അത് നമുക്ക്, പക്ഷെ അതിന് എന്റെ ഒരു ഫുൾ ഡേ നമുക്ക് ഇരിക്കേണ്ടി വരികയാണ്. പിന്നെ ഞാൻ ഇതിൽ വേറെ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു അലോവേര ഫേസ് ജെല്ല്, പിന്നെ ഒരു ഹെന്ന പൗഡർ, പിന്നെ ഒരു ഹെയർ ഓയിൽ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും അധികം എൻക്വയറി വരുന്നില്ല. ഈ ഐബ്രോയില് വേറെ അധികം ഒന്നും എവിടെയും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഹെയർ ഓയിലൊക്കെ ഒരുപാട് ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ ഹെന്ന പൗഡർ ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും അങ്ങനെ എൻക്വയറി വരുന്നില്ല. ഐബ്രോയിലാണ് എൻക്വയറി വരുന്നത്. അതിലാണെങ്കിൽ ചെറിയൊരു മാർജിനേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഒരു ദിവസം ഫുള്ള് ചിലപ്പോൾ രാത്രി 12 മണി വരെയൊക്കെ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അവര് പല ഡൗട്ടുകളും, അപ്പൊ എല്ലാത്തിനും ഇങ്ങനെ മറുപടി കൊടുത്ത്, ചിലത് വോയിസ് ആയിട്ടും ടൈപ്പ് ചെയ്തും ഒക്കെ ഇങ്ങനെ കൊടുത്ത് ഞാൻ സ്റ്റാർ മെസ്സേജ് ഇട്ടിട്ട് അതിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് അയക്കണം. ഓക്കെ, നമുക്ക് വാട്ടിയിലേക്ക് പോകുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു 5,000 എങ്കിലും നമ്മൾ ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ടിയിൽ ആവശ്യമുണ്ട്. നമുക്ക് ആ ഒരു പ്രോഫിറ്റ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ വാട്ടി എടുത്തിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ മറ്റ് പ്രോഡക്റ്റോ കാര്യങ്ങളൂടെ നമുക്കുണ്ടെങ്കിൽ, മറ്റ് പ്രോഡക്റ്റോ സർവീസസ് ഉണ്ടെങ്കിൽ വാട്ടി എടുക്കുന്നതിൽ തെറ്റില്ല. ഇല്ല, നമ്മുടെ മറ്റുള്ള പ്രൊഡക്റ്റുകളിലൊന്നും ഇങ്ങനെ ലീഡ് അധികം വരുന്നില്ല. ഇപ്പൊ ഞാൻ ഹെന്നയുടെ ചെയ്തിട്ട് എനിക്ക് ആകെ ഒരു എൻക്വയറി വന്നുള്ളൂ. അത് സെയിലായി മാറിയില്ല. അതുപോലെ നമ്മൾ വീഡിയോസ് ചെയ്യാറുണ്ടോ? നേരിട്ടുള്ള വീഡിയോസ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? അല്ല, വീഡിയോസ് സ്ലൈഡ് ഷോ പോലെയാണ് നമ്മൾ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതല്ല, വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യാം. സ്ലൈഡ് ഷോ അല്ല, ശരിക്കുള്ള വീഡിയോസ് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇന്ന് ഫേസ്ബുക്ക് ആഡിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് വീഡിയോസിനാണ്. ഇമേജ് നമ്മൾ റീമാർക്കറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതല്ലാതെ വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. കുറച്ചുകൂടെ വീഡിയോസിന് നമുക്ക് സെയിൽസ് കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മൾ ഇതിന്റെ റിസൾട്ട് പറയണതായിട്ട് ജസ്റ്റ് വീഡിയോ അങ്ങനെ മതിയാവും അല്ലേ? ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും. ഞാൻ ഐബ്രോയിലിന്റെ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനധികം ഇതായിട്ട് കിട്ടിയില്ല. ഒരു പയ്യൻ പറയണതായിട്ട്. ഓക്കെ, എന്തായാലും സ്ട്രാറ്റജി ഷീറ്റിൽ, ക്ലാരിറ്റി ഷീറ്റിലും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അയച്ചാൽ മതി. ഞാൻ ആഡ് ചെക്ക് ചെയ്യാം.